ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ 6ാം ക്ലാസ്സിലെ മക്കളെ ഫാസിൽ സാറാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഞാൻ പൊതുവെ ഹൈസ്കൂൾ സെഷനിലാണ് ക്ലാസ് എടുക്കാറ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്കലി നമുക്ക് ഇനി എന്ത് ചെയ്യാം, പരിചയപ്പെട്ടൊക്കെ തുടങ്ങാം. അപ്പോൾ ഫാസിൽ സാർ ബയോളജിയാണ് നമ്മളെ സബ്ജക്റ്റ്. നിങ്ങളെ ബേസിക് സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിവേ ബേസിക് സയൻസ് ആണ് സബ്ജക്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ്. അതായത് സെല്ല് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. സെല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടെത്തിയതാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്, കോശം കണ്ടെത്തിയത്. അപ്പോൾ ഇതൊരു കോശമാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും കോശത്തിന്റെ നടുവിൽ ഒരു ഉണ്ടയുണ്ടാവും. ആ ഉണ്ടയെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂക്ലിയസ്. ഇവിടെ ഈ കോശത്തിന്റെ നടുവിൽ ഒരു ഉണ്ട കണ്ടോ? ഈ ഉണ്ടയെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം അല്ലെങ്കിൽ കോശ കേന്ദ്രം. ഓക്കെ, ഈ കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ആരാണ്? റോബർട്ട് ബ്രൗൺ. അപ്പോൾ സെല്ല് കണ്ടെത്തിയത് റോബർട്ട് ഹുക്കും അതിന്റെ നടുവിലുള്ള ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗണും. ആ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. സെല്ല് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക്. എന്നാൽ അതിന്റെ നടുവിലുള്ള ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്ത ആരാണ്? റോബർട്ട് ബ്രൗൺ എന്ന് ഓർത്ത് വെക്കാം. ഇനി പൊതുവെ സെല്ല് 2 ടൈപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒന്ന് പ്ലാന്റ് സെല്ല്, 2 അനിമൽ സെല്ല്. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത് ആരാന്നറിയോ? പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത് MJ ഷ്ലൈഡൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. MJ ഷ്ലൈഡൻ. ഓക്കെ, എന്നാൽ അതേസമയം അനിമൽ സെല്ല് കണ്ടെത്തിയത് തിയോഡർ ഷോൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷോൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത് ഷ്ലൈഡൻ. പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത് ആരാണ്? ഷ്ലൈഡൻ. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്ലാന്റ് സെല്ലിൽ ലായുണ്ട്, ഷ്ലൈഡനിലും ലായുണ്ട്. പ്ലാന്റ് സെല്ലിലും ലായുണ്ട്, ഷ്ലൈഡനിലും ലായുണ്ട്. അപ്പോൾ പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത് ആരാണ്? ഷ്ലൈഡൻ. ആരാണ്? ഷ്ലൈഡൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനിമൽ സെല്ല് കണ്ടെത്തിയത് ആരായിരിക്കും? ഷോൻ, തിയോഡർ ഷോൻ. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ട് മാറില്ല. അപ്പോൾ അനിമൽ സെല്ല് കണ്ടെത്തിയത് തിയോഡർ ഷോനും പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത് MJ ഷ്ലൈഡനും. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ സെല്ല് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. സെല്ല് എന്ന് പറഞ്ഞാൽ സ്മാൾ യൂണിറ്റ് അല്ലെങ്കിൽ ചെറിയ അറ, അങ്ങനെയൊക്കെയാണ്. സ്മാൾ അറ അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ്, കുഞ്ഞു അറ അല്ലെങ്കിൽ ചെറിയ അറ എന്ന് പറഞ്ഞാൽ അതിലെ സ്മാൾ റൂം എന്നുള്ള മീനിങ് ഒക്കെ ഇതിന് വരും. സ്മാൾ റൂം അല്ലെങ്കിൽ കുഞ്ഞു അറ എന്നാണ് ഇതിൻ്റെ മീനിങ്. സ്മാൾ റൂം അല്ലെങ്കിൽ ചെറിയ അറ എന്നൊക്കെ ഇതിനെ വിളിക്കും. ഓക്കെ, അതാണ് സെല്ലിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. ഇനി സെല്ലിനെ കുറിച്ചുള്ള പഠനം, അതായത് സെല്ലിനെ കുറിച്ച് പഠിക്കുന്നതിന് ഒരു സയന്റിഫിക് ബ്രാഞ്ച് ഉണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റഡി ഓഫ് സെല്ലിനെ കുറിച്ചുള്ള, കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണെന്ത്? സൈറ്റോളജി. എന്താണ് പേര്? സൈറ്റോളജി കേട്ടോ, സൈറ്റോളജി. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ ഇതിന്റെ മുത്തുമണികൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൽ ഇൻ ദ അനിമൽ വേൾഡ്? ജന്തു ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. പിന്നെ ഇതാണ് നമ്മളെ ഫാൽക്കൺ ബാച്ചിന്റെ അഡ്മിഷൻ നമ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോഴും ഫാൽക്കൺ ബാച്ചിൽ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് മേ ബി പഠിക്കാൻ ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓരോ സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ഓരോ എക്സാംസിനൊക്കെ ഉപകരിക്കപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള എക്സാംസിനൊക്കെ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാൽക്കൺ ബാച്ച് പോലെയുള്ള ബാച്ചുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള ബാച്ചുകളിലൊക്കെ അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് ഇത്തരത്തിലുള്ള ഓരോ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വളരെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ സീ യു സൂൺ. വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം കറക്ഷൻ.